ഇതെങ്ങനെ മനസ്സിലാവുക? ഒരു അനുഭവ കഥ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമിഴ് ബ്രാഹ്മൺ സമ്പ്രദായത്തിലെ ഒരു വ്യക്തി, മണി ലെൻഡിങ് പരിപാടിയാണ്, ബാങ്കിങ് ആളാണ്. 3 ആൺകുട്ടികളാണ്. ഒരുത്തനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കെട്ടിയിട്ട് ബോംബെ ഭാഗത്ത് കൂടി. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഒരാൾ ഈ ബാങ്ക് നോക്കുന്നുണ്ട്. ബാങ്ക് നോക്കുന്ന ആൾക്ക് മക്കളും കുട്ടികളൊന്നുമില്ല. ഇദ്ദേഹത്തിനൊരു 54-55 വയസ്സ് പ്രായമായപ്പോൾ ഒരു വയറ്റിലെണ്ണം വന്നിട്ട്, കഥയല്ല അനുഭവമാണ്, നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്, അസുഖം ബാധിച്ചു. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് പറഞ്ഞല്ലോ അല്ലേ, ബാങ്കിങ് ആണ്. പക്ഷേ ബാങ്കല്ല, ശരിക്കും അറവ് പോലെ തന്നെ. ഈ അബ്കാരി കോൺട്രാക്റ്റിനൊക്കെ പോകുന്ന ആളുകൾക്ക് ചാക്ക് കെട്ടിൽ പണം കൊടുക്കും, മണിക്കൂറുകൾക്ക് പലിശ. ആ നിലയിൽ പോയിക്കൊണ്ടിരിക്കണു. അങ്ങനെ നോക്കിയപ്പോൾ ഈ വയറ്റിലെണ്ണ എന്താ അറിയോ, ടെസ്റ്റിന് അയച്ചു, സംഗതി ക്യാൻസർ ബാധിച്ചിരിക്കണം. ബാധിക്കല്ല, അത് ഏറെക്കുറെ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നല്ല മനക്കട്ടിയുള്ള ആളാണ്. മനക്കട്ടിയുള്ളവർക്കാണല്ലോ ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളൂ ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി എന്താ വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ടും അനുഭവിച്ചിട്ടൊക്കെ കഴിഞ്ഞോളൂ. ഇപ്പം മാക്സിമം ഒരു 6-8 മാസം എന്ന് പറയാം. അല്ല, ഈശ്വരൻ്റെ കയ്യിലാണ്, ഓൾമൈറ്റി അദ്ദേഹമാണ് നിശ്ചയിക്കുക. എങ്കിലും നമ്മുടെ ശാസ്ത്രം നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ഇനി സം അൺനോൺ പവർ എന്ന നിലയിൽ അദ്ദേഹം മുകളിലേക്കാക്കി. ഇത് അദ്ദേഹത്തിന് ഭയം ഉണ്ടാക്കിയെന്നാണ്. അങ്ങനെ നേരെ നാട്ടിൽ വന്ന് അദ്ദേഹം കുറച്ച് നാട് വിട്ട് ദൂരെ പോയിട്ടൊരു ഗംഭീരനായിട്ടുള്ളൊരു ജ്യോത്സ്യനെ കണ്ട് ഗ്രഹനിലയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആയുസ്സിന് ദോഷമില്ല, ആയുസ്സുണ്ട്. പിന്നെ എങ്ങനെ ഇത് വന്നു എന്നാണെങ്കിൽ, അനേക ആളുകളുടെ ശാപമാണ് ഇദ്ദേഹത്തിന് ഈ രോഗമായിട്ട് ബാധിച്ചിരിക്കുന്നത് എന്നാണ്. ശാപത്തിനും ശക്തിയുണ്ട്, അനുഗ്രഹത്തിനും ശക്തിയുണ്ട്. പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു. പരിഹാരമുണ്ട്, കുറച്ച് വൈകി, എന്നാലും കഠിനമായിട്ടുള്ള പരിഹാരം ചെയ്യാം. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രമാണം പറഞ്ഞു. എന്താ അത്? പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ തൽ ശാന്തിർ ഔഷധേർ ഹോമേർ ജപ ദാന അർച്ചനാദിഭിഹി. പൂർവജന്മകൃതമായിട്ടുള്ള പാപം ഓരോ വ്യാധിയുടെ രൂപത്തിൽ വരും. അതിൻ്റെ ശാന്തിക്കായിക്കൊണ്ട് ഔഷധ സേവ ചെയ്യാം, ഹോമം ചെയ്യാം, അർച്ചന ചെയ്യാം, ദാനം ചെയ്യാം. ഏറ്റവും പെട്ടെന്ന് നമ്മുടെ പാപത്തെ ലഘൂകരിക്കാനും പുണ്യത്തെ വർദ്ധിപ്പിക്കാനും പറ്റുന്ന ഒരു മാർഗമാണ് ദാനധർമ്മങ്ങൾ. അന്ന് മുതൽക്ക് ഇഷ്ടംമാരിയുണ്ട്, കോടിക്കണക്കിന് ഉറുപ്പ്യുണ്ട്. അന്ന് ഞാൻ പരിചയപ്പെടുമ്പോൾ ഒരു മാസത്തിൽ 1,80,000 രൂപ ധർമ്മകാര്യത്തിന് പുള്ളി ചിലവാക്കുക. എല്ലാത്തിനും കണക്കുണ്ട്, ടാക്സൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ അതിഗംഭീരമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ കല്യാണം കഴിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ കല്യാണം കഴിക്കുക, അന്നദാനങ്ങൾ, വസ്ത്രം മുതലായിട്ടുള്ള പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ ആയിട്ട് ചാരിറ്റി നന്നായിട്ട്. പിന്നെ പലിശയൊക്കെ ഇങ്ങോട്ട് കുറച്ചു. ആളുകൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാന്യമായ പലിശയാക്കിയിട്ട് ബാങ്കിൻ്റെ സിസ്റ്റം മാറ്റി. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് 92 വയസ്സുണ്ട്. ഡോക്ടർ പറഞ്ഞത് 55 സംതിങ്ങാ. മനസ്സിലായില്ലേ? ഒരു ദിവസം അദ്ദേഹത്തിന് വീട്ടിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര അനുഭവം. അങ്ങനെ സർവാംഗാസനം ചെയ്യും പുള്ളിക്കാരൻ. ഈ 3:30-4 മണിയാകുമ്പോഴേക്ക് പുലർച്ചയ്ക്ക് എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് യോഗാഭ്യാസം, പ്രാണായാമം ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്ത് സർവാംഗാസനം ചെയ്യുമെന്ന് പറയണം. അങ്ങനെ 96-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. മനസ്സിലായോ? ഈ കഥയിൽ നിന്ന് വല്ലതും പിടിച്ചെടുക്കാനുണ്ടോ? അപ്പോൾ എന്തെങ്കിലും ഒരു കൊട്ട് കിട്ടിയാൽ തൻ്റെ എന്തോ ഒരു വൈകല്യമാണോ ഇതിൻ്റെ കാരണം എന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അവൻ സുകൃതിയാണ്, ഭാഗ്യശാലിയാണ്, അവർക്ക് അനന്തമായിട്ടുള്ള വൈഭവങ്ങൾ ഉണ്ടാവും എന്നാണ്. ഈ കഥയാണ് കാളിയമർദ്ദനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാവാനുള്ളത്. മനസ്സിലാക്കേണ്ട പാഠം ദാവാഗ്നിമോഹം മുതലായിട്ടുള്ള ദഹനം മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഭാഗങ്ങളുടെ കഥ പറയാം. 2-3 അധ്യായങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് ഗോവിന്ദാഭിഷേകം, ഭഗവാന്റെ രാസക്രീഡയൊക്കെ വർണ്ണിക്കണം. വേഗം വായിച്ചിട്ട് കഥകൾ പറയാം കേട്ടോ. ഈ താലഫലം നല്ല മണമുള്ളൊരു പഴമാണ്. ശാഖകളില്ലാത്തൊരു വൃക്ഷമാണ്, കൊടിമരം പോലെ. കരിമ്പനയുടെ ആ പഴത്തിനൊരു പ്രത്യേക നല്ലൊരു മണമാണ്. ഈ വാസന വന്നപ്പോൾ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാർ ഭഗവാനോട് പറഞ്ഞു, കണ്ണാ, മധുവനത്തിൽ താലഫലം നന്നായിട്ടുണ്ടായിട്ടുണ്ട്, അതിൻ്റെ മണം അങ്ങോട്ട് അനുഭവിക്കുമ്പോൾ അത് കഴിക്കണം തോന്നുകയാണ്, പക്ഷേ ഒരു വിഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പക്ഷേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്ന് ശ്രദ്ധിക്കും.
അതെന്താ? അവിടെ ധേനുകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ അപകടകാരിയായിട്ടുള്ള അസുരനുണ്ട്. അവനെ പേടിച്ചിട്ട് ആരും അങ്ങോട്ട് പോവാറില്ല എന്ന് പറഞ്ഞു. അത് വിഷമിക്കേണ്ട, വഴി ഉണ്ടാക്കാം. സിദ്ധനാണ്, അവൻ രൂപം മാറും. അങ്ങനെ അധികവും പുള്ളിക്കാരൻ എടുക്കുന്ന രൂപം കഴുതയുടെ രൂപ. അങ്ങനെയാണ്. അങ്ങനെ ഭഗവാൻ അങ്ങനെ നേരെ ചെന്ന് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ താലഫലം ചോട്ടിൽ വീഴ്ത്താനായിക്കൊണ്ട് ആ പനയിൽ നിന്ന് പിടിച്ച് കുലുക്കിയപ്പോൾ പിട്ടുപിടുന്നനെ അങ്ങോട്ട് വീണു പഴം. ഏതായാലും ഇത് കണ്ടപ്പോൾ, ഈ ശബ്ദം കേട്ടപ്പോൾ ആരാപ്പോൾ തൻ്റെ അധീനതയിലിരിക്കുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് ഒച്ച ഉണ്ടാക്കാൻ ഇത്ര വലിയ വീരൻ എന്ന നിലയിൽ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് കണ്ണനെയാണ്. കണ്ണനെ കണ്ട മാത്രയിൽ അവൻ രൂപം മാറ്റി കഴുതയുടെ രൂപം സ്വീകരിച്ചു. കഴുതയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവൻ്റെ പുറകിൽ കൂടെ പോകാനാകാം, ചവിട്ടിയ പ്രാണം പോകും, ആ ജാതി മർമ്മത്തിൽ ചവിട്ടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നേരെ വളഞ്ഞു തിരിഞ്ഞ് പുറംകാലിൻ്റെ ഭാഗത്ത് കണ്ണനെ നിർത്തുന്ന നിലയിൽ തിരിയണമെന്ന് കണ്ടപ്പോൾ ഒരു അഭ്യാസിയെ പോലെയല്ല, ഭഗവാൻ അഭ്യാസിയാണല്ലോ, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവൻ്റെ പുറകിലെ കാലിൽ പിടികൂടി ചുഴറ്റി മലർത്തി അടിച്ച് എറിഞ്ഞു. അങ്ങനെ പനയിൽ 2 ആൾപ്പൊക്കം ഉയരത്തിൽ ചെന്ന് പനയിൽ അടിച്ചു വീണ് ധേനുവൻ മരണപ്പെട്ടു. പിന്നെ ഒരിക്കൽ തീ ബാധിച്ചു. ഈ കാട്ടുതീ, ഈ ചില സ്വാർത്ഥന്മാർ കരിക്ക് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന പണികളാണത്, മനസ്സിലായില്ലേ? പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കയറി പോവുമല്ലോ വേനൽക്കാലത്ത്. അങ്ങനെ കാട്ടുതീ ബാധിച്ചു, വലിയ വിഷമുണ്ടായി. ഭഗവാൻ അതറിഞ്ഞ് അങ്ങനെ സ്വയം അതിനെ പാനം ചെയ്തു എന്ന് പറയുകയാണ്. കുടിച്ച് അതിനെ വറ്റിച്ചു. ഇങ്ങനെ ഇതിന് ഇടയിൽ ഈ കാർത്തിക മാസത്തിൽ, വൃശ്ചികം ധനുമാസമാണല്ലോ, പുറത്ത് ശബ്ദം കേൾക്കാതെ വർത്തമാനം പറയണം കേട്ടോ. വളരെ ശ്രദ്ധിക്കണം. 2-3 കാര്യങ്ങൾ യജ്ഞശാലയിൽ. എന്താ അത്? ഞാൻ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കലുണ്ട്, വലിയവർക്കും കരുതാറുണ്ട്. അങ്ങനെയുള്ള ഒരാളുകളുടെ ഇവിടെ ഇല്ല തോന്നിയതുകൊണ്ടാണ്. ഇപ്പോൾ അങ്ങാടി പോയിട്ടില്ല, ദീക്ഷയെടുത്ത് ഉള്ളിൽ കയറിയാൽ പുറത്ത് പോവില്ല. ചില സ്ഥലത്ത് നമ്മൾ 2 ഐറ്റം മുട്ടായി വാങ്ങും. കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്, വയസ്സായ ആളുകൾക്ക് ബബിൾ ഗം. എന്തറിയോ, കടിച്ചാൽ പിന്നെ വിടാൻ പാടില്ല, ചുണ്ടൊട്ടണം. ഉച്ചയ്ക്ക് ഇരിക്കട്ടെ, തമാശ കേട്ടോ, ശരി, ദേഷ്യപ്പെട്ടിട്ടേ നമ്മൾ പോകുമ്പോൾ വണ്ടിര കാറ്റൊന്നും അയച്ചു വിടരുത്. ഏതായാലും അങ്ങനെ ആ കാർത്തിക മാസത്തിൽ സ്ത്രീകളൊക്കെ വ്രതം സ്വീകരിച്ചുകൊണ്ട്, ഓരോ മാസങ്ങളിൽ ചെയ്യുന്ന വ്രതങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ. ആർദ്രാവ്രതം ഇതിൻ്റെ അവസാനം, വൃശ്ചികത്തിൽ പൂർണ്ണമായിട്ടൊക്കെ നന്നായിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ് ആർദ്രാവ്രതം പ്രഥമയ്ക്ക് തുടങ്ങും. അതിന് ശേഷം തിരുവാതിര വ്രതത്തിനെയാണ് ഈ പറയണത്. ദശപുഷ്പങ്ങൾ ചൂടിയിട്ട് തുടിച്ചു കുളിക്കുക അല്ലേ, കേട്ടിട്ടില്ലേ? അങ്ങനെ അങ്ങനെ ദശപുഷ്പങ്ങൾ 16 അല്ലേ? ഇവിടെ എത്രയാ? 10. ശരി തന്നെയാണ്. കറുക, ഒഴിഞ്ഞ, പൂവാങ്കുറുന്തല അല്ലേ, മുയൽ ചെവിയൻ, ഓരോന്നിനും ഓരോ ഫലമാണ്. എന്നിട്ട് തുടിച്ചു കുളിക്കും. ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. എട്ടങ്ങാടി ചുടുക എന്നൊക്കെ പറയും അല്ലേ, എട്ടങ്ങാടി അല്ലേ? കൂർക്ക, ചേമ്പ് 2 ഐറ്റം, ചേന ഒക്കെ പാടെ, കാവത്ത് ഇതൊക്കെ പാടെ കൂടി കൂട്ടി ചുട്ടെടുക്കുകയാണ്, കനലിൽ ചുട്ടെടുക്കുക. നെന്ത്രക്കായും കൂട്ടുണ്ടോ? ചെള്ളി ചാടണമാതിരി ചാടും, നല്ല ഹൂക്കായിരിക്കും, പവറാണ്. ഇങ്ങനെയൊക്കെ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങളാണ്. അപ്പോൾ വ്രതസമയത്ത് ഇങ്ങനെയുള്ള ഒക്കെ ഈ രീതിയിലൊക്കെയാണ് ജീവിക്കുക. എന്നിട്ടോ പുലർകാലത്ത് എണീച്ചിട്ട് തുടിച്ചു കുളിക്കും, അങ്ങനെയാണ്. അപ്പോൾ വ്രതനാളുകളിൽ പ്രധാനമായിട്ടുള്ള ശ്രദ്ധ വേണ്ടത് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള കരുത്ത് നേടാൻ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ശുദ്ധി വേണം. മനസ്സിലായില്ലേ? പുറത്തും ശുദ്ധി ഉണ്ടാവണം, അകത്തും ശുദ്ധി ഉണ്ടാവണം. അകത്തെ ശുദ്ധി കൊണ്ട് ആനന്ദം ഉണ്ടാവും, പുറത്തെ ശുദ്ധി കൊണ്ട് ആളുകളായിട്ടൊരു ആദരവുണ്ടാവും അല്ലേ? വെഴുപ്പ് വാസന അടിച്ച് ആരെങ്കിലും അടുത്തിരുത്തുവോ? ഒരു അട്രാക്ഷൻ വേണം അല്ലേ? അപ്പോൾ ചന്ദന തൈലോ എന്തെങ്കിലുമൊക്കെ പൂശിയിട്ട്, അപ്പോൾ വസ്ത്രവും നന്നായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വ്രതം സ്വീകരിക്കുന്ന ആൾ ചെയ്യേണ്ട ബാധ്യതയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചമ്പക്കുളം എന്നൊരു കുളമുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കുന്തിപ്പുഴയുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ചമ്പക്കുളമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കുളിക്കാൻ വേണ്ടി പോകും. പണിയൊക്കെ കഴിഞ്ഞ് വരണ മിടുക്കന്മാരങ്ങനെ കുളത്തിലേക്ക് വരും. നല്ല രസമാണ് കേട്ടോ. ഭഗവാനെ പുറത്ത് പറയരുതേ. അങ്ങനെ തലയൊക്കെ ഇട്ട് ഇങ്ങനെ ഊരി കുളി കഴിഞ്ഞിട്ടോ, അയ്യേ, ശുദ്ധി എന്ന് പറയാൻ പറ്റുമോ? കുളിച്ചാൽ നനച്ച് ശുദ്ധമായിട്ടുള്ള സാധനം വേണം കൊടുക്കാൻ. ഏതായാലും ഇങ്ങനെ സ്ത്രീകളൊക്കെ പുലർകാലത്ത്
നദിയിലിറങ്ങി കുളിച്ച് കളിച്ചും വെള്ളം തേവിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മനോഹരമായിട്ടുള്ളൊരു പുല്ലാങ്കുഴൽ നാദം. കണ്ണം വന്നുവോ? വന്നിട്ടുണ്ടാവും, അല്ലാതെ ഇപ്പോൾ ആരാപ്പം ഇങ്ങനെ ഊതുക? അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആ തീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ തായ്തടിയിൽ ചാരിയിട്ട് കാലുകൾ നീട്ടിയിട്ട് കാലുകളിങ്ങനെ പിണച്ചിട്ട് നാദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക, പുല്ലാങ്കുഴൽ നാദം. ഇതിലിങ്ങനെ നോക്കിയപ്പോൾ അത് വേറൊരു കൗതുക കാഴ്ച കണ്ട എന്താ വെച്ചാൽ അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ വർണ്ണ തുണികൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഈ വർണ്ണ തുണികൾ ഇങ്ങനെ കെട്ടിത്തൂക്കി? ലീലയെടുത്തി അതെൻ്റെ ധാവണിയാണല്ലോ. ഒരാളുടെ ധാവണി, ഒരാളുടെ ജമ്പർ ഗമ്പർ, ഇങ്ങനെ ഇവരുടെ വസ്ത്രങ്ങൾ മുഴുവനാണ് ഇത് കെട്ടിത്തൂക്കിയിരിക്കുന്നത്. കരോത്തിക്ക് നോക്കിയപ്പോൾ ഊരി വെച്ച വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. അയ്യയ്യേ, ഇത് ഇത്തിരി കടന്ന കയ്യായിട്ടോ. കണ്ണാ, കാര്യമൊക്കെ ശരിയാണ്, ഇങ്ങനത്തെ കളികളൊന്നും അത് ശരിയാവില്ല കേട്ടോ. അച്ഛനോട് പറയും, എടുത്തിന്നാ പോയിട്ട് വരൂ, പറഞ്ഞിട്ട് വരൂ. അങ്ങനെ പോയി പറയാൻ വയ്യല്ലോ. അങ്ങനെ ഭഗവാൻ അതിൻ്റെ ന്യായം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വ്രതം സ്വീകരിച്ച സ്ത്രീകളാണ്. വ്രതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാഹ്യശുചി അത്യാവശ്യമാണ്. ജലത്തിൽ അഗ്നിയുണ്ട്, അതുകൊണ്ട് ജലത്തെ മാനിക്കണം. വിവരമുള്ള ആളുകൾ കുളിക്കാനിറങ്ങിയാൽ എന്താ ചെയ്യുക? അതിനെ സ്പർശിച്ച് വന്ദിക്കും അല്ലേ? എന്നിട്ടോ ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതേ നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം കുരോ. അങ്ങനെ സപ്ത പുണ്യനദികളുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണം. കാരണം ജലം ദേവതയാണ്. നമ്മുടെ അഴുക്കും മെഴുക്കും വാങ്ങിയെടുത്തുകൊണ്ട് പരിശുദ്ധിയെ തരുന്ന ഒരു ധർമ്മമാണ് ആര് ചെയ്യുന്നത്? ജലദേവത ചെയ്യുന്നത്. എത്ര നന്ദി പറഞ്ഞാലാ തീരുക? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് മാത്രമല്ല, എത്ര ക്ഷീണിതനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും ഒന്ന് മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറാ, ശരിയല്ലേ? അവലുപ്പുമാവ് വേണ്ടാന്നൊക്കെ പറയും. കുളിച്ച് കഴിഞ്ഞാൽ നരനേട്ട ഉപ്പുമാവ് ഉണ്ടെങ്കിൽ ഇത്തിരി ആവാന്ന് പറയും. ഒരു വിശപ്പങ്ങോട്ട് വരും, ഒരു ഉഷാറ് വരും എന്ന് പറയാം. അപ്പം അങ്ങനെ യൂയം വിവസ്രായതബോധതം വൃതാഹ വ്യഗ്രാഹതൈതത്തതു ദേവഹേളനം ബദ്ധ്വാഞ്ജലിം മൂർധ്നപനുത്തയേ അംസ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം. നിങ്ങൾക്ക് വസ്ത്രമൊക്കെ തരാം, എനിക്കിതിന് നിങ്ങളുടെ ഈ പഴം തുണേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ തരാം. ആ വസ്ത്രം നനച്ചുണങ്ങിയിട്ടുള്ള വസ്ത്രം വേണം ധരിക്കാൻ, അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ ഭഗവാൻ മറുപടി പറഞ്ഞു. ആ ശാരീരബോധം ഇല്ലാതാക്കാനായിക്കൊണ്ട് ഭഗവാൻ ഒരു ഉപാധി പറഞ്ഞു. എന്തറിയോ? അഞ്ജലീബദ്ധകളായിട്ട് തൊഴുതിട്ട് ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ നമസ്കരിച്ച് കഴിഞ്ഞാൽ വിഷമാട്ടോ, അങ്ങനെയൊന്നും പറയരുത് കണ്ണാ. ഏതായാലും തൊഴുത് ശ്രമിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ എങ്ങനെയൊന്നും ഇതിനൊന്നും തൊഴുക പറയില്ല, രണ്ട് കൈയും കൂപ്പുമ്പോഴാണല്ലോ തൊഴൽ എന്നൊക്കെ പറഞ്ഞാലും അവസാനം എന്തറിയോ? വാശി പിടിച്ചുകൊണ്ട് സമയം കളഞ്ഞാൽ നേരം വെളുക്കുന്തോറും വിഷമായി വരും. അതെ, അപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവരൊക്കെ അങ്ങോട്ട് കയറി ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിച്ച് ക്ഷമാപണം ചെയ്തപ്പോൾ ഭഗവാൻ അതൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നാണ്. ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തോടുകൂടി പിന്നെ നനയ്ക്കാതിരിക്കാൻ വയ്യ അല്ലേ? പിന്നെ നനച്ച് പിഴിഞ്ഞ് ഉടുത്ത് കയറി. അതൊരു ചിട്ടയാണ്. കാരണം എന്താ വെച്ചാൽ ഈ നനഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഇതിൽ പെട്ടെന്ന് പിന്നെ ആ ഊർജം കയറിപ്പറ്റും. ഈ പാദം അതിൻ്റെ അടിയിൽ 108 പ്രധാന മർമ്മങ്ങൾ പാദത്തിലുണ്ട്. കണ്ണുമായിട്ടുള്ള ബന്ധം ആ ഒരു മർമ്മങ്ങളും പാദത്തിൻ്റെ അടിയിൽ, ഉള്ളങ്കാലിൻ്റെ അടിയിലാണ്. ശരിക്കും എണ്ണ തേച്ച് കുളിക്കാൻ അറിയുന്ന ആളുകൾ പാദത്തിൻ്റെ അടിയിലും കക്ഷത്തും കാതിലും അതേമാതിരി എന്നിട്ടാണ് ശിരസിൽ ഇടുക, മനസ്സിലായില്ലേ? ഇവിടെ തട്ടി ഇങ്ങനെ നന്നായിട്ട് തടവുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു തണുപ്പ് ഇങ്ങനെ കണ്ണിലേക്ക് എത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ കണ്ണിന് ശോഭയുണ്ടാവണമെങ്കിലും അതിൻ്റെ പിക്ചർ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും അതേപോലെ ആ നനഞ്ഞ ആ പുല്ലുകൂടെ ആ ഉദയ സന്ദർഭത്തിൽ പാടത്തെ വരുമ്പോൾ കൂടെ ആ കണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആ പുല്ലിൻ്റെ മേലെ ചവിട്ടി ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കൂ, കണ്ണ് സംബന്ധമായിട്ടുള്ള സകല രോഗങ്ങളും മാറുമെന്നാണ് പറയുക. അതെ, ഇതിലൊക്കെ ശാസ്ത്രീയതയുണ്ട്. പിന്നെ മുങ്ങി കുളിക്കുന്നതോട് കൂടിയിട്ട് കാരണം ശരീരത്തിൻ്റെ സുഷിരങ്ങളിലൂടെയാണല്ലോ ആ അംശകലകൾ ഇതിൻ്റെയൊക്കെ തേജസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ അടയുന്നൊക്കെ നന്നായിട്ട് ഇഞ്ചയൊക്കെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു കിട്ടും. എന്നിട്ടോ ആ നഗ്നപാദങ്ങളോട് കൂടിയിട്ട് ഭഗവാനെ തൊഴുമ്പോൾ എന്തൊക്കെ ഗുണം ഉണ്ടാവണമെന്നറിയോ? ഈ അക്യൂപങ്ക്ചറുമാതിരി ഇതിൻ്റെ ഒരു നല്ലൊരു പ്രഷർ ഇതിലേക്ക് വരുമ്പോൾ അത് നല്ല ആയാസം ഉണ്ടാക്കും.
ശ്വാസതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതോ കൈകാലുകൾക്കൊന്നും കുഴച്ചിൽ വരില്ല. നമുക്ക് ഈ ജീവിത ശൈലി രോഗങ്ങളാണ് അന്ന് കൂടുതലുള്ളതേ, മനസ്സിലായില്ലേ? കുനിയനില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം ഇല്ല. ആദ്യമൊക്കെ സ്ത്രീകളൊക്കെ നന്നായിട്ട് ആ അമ്മിയിൽ അരയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അല്ലേ? നിലം തുടയ്ക്കണ പരിപാടി ഉണ്ടായിരുന്നു. അഹങ്കാരം വർദ്ധിച്ചു. എന്താ പറയുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടിയപ്പോൾ ആരുടെ മുമ്പിലും കുനിയില്ല എന്നുള്ള വാശിയായി. എന്നിട്ടോ തുടയ്ക്കണ തുണി വടീൻ്റെ അടിയിൽ കെട്ടി ഇങ്ങനെ ആക്കുക എന്നല്ലാതെ കുനിയില്ല. അതിനനുസരിച്ച് എന്തായി, നന്നായിട്ടൊരു നെടുനിശ്വാസം വിടാൻ പോലും ആരോഗ്യമില്ലാത്ത അവസ്ഥയായി എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല എന്നുള്ള നിലയിലാണ് ചില ചിട്ടകളൊക്കെ കാരണന്മാർ വെച്ചിരിക്കണതേ. ഇല്ല, ആ നെല്ല് കുത്തൽ, ഇതിലൊക്കെ എക്സസൈസാണ്. ഭാവിയിൽ ഇനിയിപ്പോൾ ക്ലബ്ബ് വരും കേട്ടോ. ഇപ്പോൾ ചിരി ക്ലബ്ബ് തുടങ്ങിയല്ലോ എറണാകുളത്ത്, അതേമാതിരി നെല്ലുകുത്ത് ക്ലബ്ബൊക്കെ വരും. കാരണം ആരോഗ്യം നന്നാവണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ മരുങ്ങണം എന്നുള്ളൊരവസ്ഥയിലേക്ക് സായിപ്പന്മാർ പറഞ്ഞാൽ അതിനെ പരിഭാഷ ചെയ്തിട്ട് നമ്മളെ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറഞ്ഞാൽ എന്തു ചെയ്യും, നമ്മളത് അനുസരിക്കാൻ തയ്യാറാവും. ഇപ്പം നമ്മൾ തന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ കഴിഞ്ഞ ആഴ്ച എവിടെ ഇരുന്നറിയോ, മഹാദേവനെ കാണാൻ പോയി. എവിടെ അറിയോ, തെക്കൻ കൈലാസം എന്നൊരു സ്ഥലമുണ്ട്, വെള്ളിങ്കിരി എന്ന് പറയും. എപ്പോഴെങ്കിലും കൂടുമ്പോൾ പോകണം കേട്ടോ. പെൺകുട്ടികളും അമ്മമാരൊക്കെ പോകുന്നുണ്ട്, പക്ഷേ എണ്ണം കുറവാണ്. കൊച്ചു കുട്ടികളുണ്ട്, അമ്മമാരും. ഒരമ്മ, ഭഗവാനേ, കീറക്കമ്പിളി പിഴിഞ്ഞമാതിരി ഒരു അമ്മ കിടുകിടുന്നനെ ഓടണു, ഒരു കഥപ്പൂല്ല. അപ്പോൾ പരിചയപ്പെട്ടു. ചിരിക്കുമ്പോൾ നമുക്കറിയില്ല തമിഴാണോ മലയാളമാണോ. അമ്മ എന്നപ്പാ, അപ്പോൾ തമിഴാണ്. നിങ്ങൾ എത്ര തടവ് വர்றீங்க? കണക്കേ ഇല്ലപ്പാ എന്നാ പറഞ്ഞു. കണക്കേ ഇല്ല. നമ്മളൊരൊറ്റ തവണ പോയിട്ടുള്ളൂ. 7 മലകളാണ്, 7000 അടിയിലധികം പൊക്കമുണ്ട് ഇങ്ങനെ കയറി. അപ്പോൾ ആദ്യ മല കയറുമ്പോഴേക്കും ബീറ്റ് കൂടി, കതച്ചു. നമ്മുടെ ഒരു അഹങ്കാരം അവിടെ ബാധിക്കില്ല. അവിടെ ഇങ്ങോട്ട് നിന്നു, ചാരി അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സമരസായി. ഭസ്മമല, അങ്ങനെ ഒരുപാട് മലകളുണ്ട്. അതൊക്കെ കയറി അവസാനം ഭഗവാന്റെ സന്നിധിയിലെത്തിയപ്പോൾ ശരിക്കും നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ സൈഡിൽ കൂടെ ആ മേഘങ്ങൾ പോവില്ലേ, അതേമാതിരി കാലിനെ തൊട്ട് മേഘങ്ങൾ പറക്കുക. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അങ്ങനെ നിന്നു. അവിടെ ഇടയിൽ ചെറിയ ചുന എന്ന് പറയുകയില്ല, ആ പാറ അളുക്കിൽ നിന്ന് ഉറവകൾ വരുന്നുണ്ട്. അതിങ്ങനെ വരി നിന്നിട്ട് കുപ്പിയിൽ പിടിച്ചതങ്ങോട്ട് കഴിക്കുമ്പോൾ എല്ലാ ക്ഷീണവും പമ്പ കിടക്കുന്നതാണ് പറയുക. അതെ, അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു വന്ന് നമ്മൾ വെറുതെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാരയുടെ അളവ് എത്രയുണ്ട് നോക്കിയപ്പോൾ നോർമലാ. എല്ലാം നോർമലായി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആചരണങ്ങൾ പലതും ശാസ്ത്രീയതയുണ്ട്. ആ വിഷമയമല്ലാത്ത വായുവായിട്ടൊക്കെ നമ്മൾ സമ്പർക്കപ്പെട്ടുകൊണ്ട് മാനസികമായിട്ടും അഹങ്കാരവും ഇല്ലാണ്ടാവും. കാരണം എന്താ അറിയോ, അവിടെ വെച്ചിട്ട് ഒരു കുഴച്ചിൽ കുഴഞ്ഞ ആരാ നമ്മളെ പിടിച്ച് നാട്ടിലേക്ക് എത്തിക്കുക പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താ ചെയ്യുക, എല്ലാവരോടും നമ്മൾ ചിരിച്ചു പെരുമാറേണ്ടി വരും. അപ്പം തത്വത്തിൽ എവിടെ എത്തി? എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല, ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാൻ അല്ലാതിങ്ങില്ല. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ആശ്രയമറ്റവരാണോ നാം? ചുരുങ്ങിയത് 1,00,000-ലധികം പേര് കയറിയിട്ടുണ്ടായിരുന്നു അന്ന്. ഞങ്ങളൊക്കെ കയറി കുറേ കഴിഞ്ഞപ്പോഴേക്കും ചതുർദശി, അമാവാസിക്കും പൗർണമിക്കാണ് പതിവ് കേട്ടോ. അപ്പോൾ എന്തിനാത് വിസ്തരിക്കണമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരു നമ്മളൊരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക ചെയ്യുക. യോഗവും ഗുരുത്വവും ഭാഗ്യവും പരിശ്രമവും ഉള്ള ആളുകൾ പുറകെ കൂടിയിട്ട് അതിനെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അനുഷ്ഠിച്ച അനുഭവം നേടും. 3 വിഭാഗക്കാർ വരും സപ്താഹത്തിനെന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണത്? ആദ്യത്തേത് പ്രഭാഷണം ഉണ്ടെന്ന് കേട്ടു കേട്ടോ, കോവിഡ് കാലമാണ്, അപ്പം വേറെ ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ കേട്ട് കളഞ്ഞേക്കാം. അതെ, അങ്ങനെ ഒരു വിഭാഗം. രണ്ടാമത്തെ ആളൊക്കെ കാണാപ്പാഠം പഠിച്ച് പറഞ്ഞത് പറയും, ആ ബൊമ്മയിൽ പറഞ്ഞ മാതിരി. മറ്റേ ആളുകൾ ശരിക്കും ഉള്ളിലേക്ക് ഇറക്കും, ഇരുമ്പ് കുടിച്ച വെള്ളം പോലെ. അവർക്കാണ് അനുഭവം. പെട്രോൾ ടൈപ്പ്, ക്യാംഫർ ടൈപ്പ്, ചാർക്കോൾ ടൈപ്പ്, പ്ലാന്റേൺ ടൈപ്പ്, അങ്ങനെ 4 വിഭാഗം ആളുകൾ വരും. പെട്രോൾ ടൈപ്പിന് ഹൈലി ഇൻഫ്ലെയിമബിളാണ്, കാണുമ്പോഴേക്കും പിടിക്കും. ചെറിയൊരു പദം മതി, ചിക്കെന്ന് അങ്ങോട്ട് മാറ്റം ഉണ്ടാവും. രണ്ടാമത്തെ വിഭാഗം അത്ര സ്പീഡില്ല, ക്യാംഫർ ടൈപ്പാണ്, കർപ്പൂരം പോലെ കൊളുത്തി വിട്ടാൽ പിടിക്കും. മൂന്നാമത്തേതിന് കുറച്ച് പണിയെടുക്കണം, ചാർക്കോൾ ടൈപ്പ്, ഊതി എന്ന് പറഞ്ഞാൽ പിടിച്ചു കിട്ടിയാൽ പിന്നെ പിടിച്ചോളും.
നാലാമത്തെ പറ്റിയ വാഴത്തണ്ടുമാരിയ തീ കെടുത്താൻ വഴിയുണ്ടോ നോക്കുക എന്നല്ലാതെ മൂപ്പര് സ്വയം പിടിച്ചോളണമെന്നില്ല. ഈ 4 വിഭാഗങ്ങളും പ്രകൃതിയിലുണ്ട്, പ്രകൃതിയിൽ വേണം. ഓരോന്നിനും ഓരോ ശൈലികളും കർത്തവ്യവും ഭഗവാൻ വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രപഞ്ച നാടകം നടക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പം എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറായി കഴിഞ്ഞാൽ കെട്ടുപണി നടക്കുമോ, മറ്റു പണികൾ നടക്കുമോ? പനയെ കയറാൻ ആൾ വേണ്ടേ? തെങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ഓല മടയാൻ ആളുകൾ വേണ്ടേ? അല്ലേ? അപ്പോൾ ഈ താളലയം ശരിയായിട്ട് നടക്കണമെങ്കിൽ ഓരോ വ്യക്തികൾക്ക് ഓരോ സംസ്കാരം, ഓരോ ചിന്തകൾ, അതിനനുസരിച്ച കർമ്മങ്ങൾ, ഇതൊക്കെ. പക്ഷെ എല്ലാത്തിലും കുടികൊള്ളുന്നതാരാ? പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. സുരകോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കെ നിലകൊള്ളും സത്യമേ ശരണം നീയെന്നും. അഖിലാതി നായക തവ തീരു മുമ്പിൽ അഭയമായി നിത്യവും കോപ്പുന്നു ഞങ്ങൾ. സമരാതി തൃഷ്ണകൾ ആകവേ നീങ്ങി സമതയും ശാന്തിയും. മണ്ടണില്ല, മറന്നോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് മോഹൻലാലിൻ്റെ ദേവാസുരത്തിലത്തെ പാട്ടാണല്ലേ? ആണോ? പഠിച്ചിട്ടുണ്ട് നമ്മളതൊക്കെ അല്ലേ? അതൊക്കെ അങ്ങോട്ട് മറന്നോ? മറക്കാൻ പാടില്ല. അതിൻ്റെ തത്വത്തിലേക്ക് എത്തണം. എല്ലാം ആയിരിക്കുന്നത് ആ ഭഗവാന്റെ ചേതസ് തന്നെയാണ്, ആ ചേതന തന്നെയാണ്. അത് തന്നെയാണ് പരമാണുക്കളായിട്ട് അത് ഭഗവാന്റെ മായ കൊണ്ട് ഓരോന്ന് അടുത്തറിയുമ്പോൾ പ്രകാശകണങ്ങളാണ്. പക്ഷേ വ്യത്യസ്ത വസ്തുക്കളായിട്ട്, ഒബ്ജക്റ്റുകളായിട്ട് അത് അനുഭവപ്പെടുന്നുവെങ്കിൽ ഭഗവാന്റെ മായ, അദ്ദേഹത്തിൻ്റെ കാരുണ്യം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അങ്ങനെ 2-3 തത്വമാണ്. ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. കേവലം 7 വയസ്സിന് 2-3 മാസം ഉള്ള ഘട്ടത്തിലാണ് ഭഗവാന്റെ ഈ ബാലലീല. ഏത്? വസ്ത്രാപഹരണ ലീല. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഭോഗവാസനയല്ല അതിൽ വന്നിരിക്കുന്നത്. ഭഗവാൻ ഓരോ ലീലകളിലൂടെ ഓരോ പാഠം, ഓരോ സന്ദേശം കൊടുക്കുകയാണ്. ഒന്ന് ശ്രദ്ധ. എന്തിനാ ഈ വസ്ത്രത്തിൽ ശുദ്ധി വേണമെന്ന് പറഞ്ഞത്? ഈ വളിച്ചതും പുളിച്ചതുമായിട്ടുള്ള ആഹാരം കഴിക്കുക, വിഴുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുക, അവരിൽ അതിൻ്റേതായിട്ടുള്ള ആ നീചഭാവങ്ങളും ആ മുഷിഞ്ഞ ഒരു കേട് കിടക്കും. അതിനനുസൃതമായിട്ടാണ് ബുദ്ധി പ്രവർത്തിക്കുകയുള്ളൂ. ഇതെല്ലാം ബുദ്ധിയായിട്ട് ബന്ധമുണ്ട്. ശുദ്ധിയും ബുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ബുദ്ധി ശരിക്ക് തെളിയണമെങ്കിൽ എന്ത് വേണം? ആഹാരശുദ്ധി പ്രധാനമാണ്. പിന്നെയോ വസ്ത്രശുദ്ധി, ആവരണശുദ്ധിയും പ്രധാനമാണ്. ഈ ഒരു തത്വമാണ് ഭഗവാൻ അതിൽ കാണിച്ചത്. പിന്നെയോ ഞാൻ ഇന്ന ദേഹമാണ് എന്നൊരു നിലയിലിരിക്കുമ്പോൾ നമ്മളെ പലതും ബാധിക്കും. ദേഹബോധമില്ലെങ്കിലോ ആനന്ദാനുഭവം ഉണ്ടാവും. നമുക്കുണ്ടാവുന്നു. എപ്പോൾ? ഉറക്കത്തിൽ നമ്മൾ സുഖം അനുഭവിക്കുന്നു. മനസ്സിലായില്ലേ? എന്താ അതിൻ്റെ കാരണം? മനസ്സടങ്ങുന്നു, വിചാരവികാരങ്ങളില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ചിന്തകൾ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് അതിൻ്റെ തത്വം. ഏതായാലും ഈ ഭഗവാന്റെ ആ ഒരു ഗാനം കേട്ട സ്ത്രീകൾ ഭഗവാനോട് പറഞ്ഞു, കണ്ണാ, ഞങ്ങൾക്കൊരു മോഹമുണ്ട്. എന്താ? ഈ അങ്ങിപ്പം പാടിയ ഈ ഒരു പാട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് നൃത്തം വയ്ക്കണം എന്നൊരു മോഹമുണ്ട്. ഒരു നിലാവുള്ള രാത്രിയിൽ നമുക്കത് നടപ്പിലാക്കാം. പിന്നെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചന്ദ്രനെ പ്രാകാൻ തുടങ്ങി. എന്തിനാ ഈ കറുത്തപക്ഷം? അണക്ക് എപ്പോഴും വെളുത്തപക്ഷമായ എന്താ കുഴപ്പം? പാവം, അങ്ങനെ ഉണ്ടാവുമല്ലേ? പക്ഷേ അവരുടെ ഭഗവാനോടുള്ള പ്രേമ ആധിക്യം കൊണ്ട് അവരങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു വന്നു. അങ്ങനെ ഒരു നിലാവുള്ള രാത്രിയിൽ ഭഗവാൻ വേണുഗാനം ആലപിച്ചു. ഈ വേണുഗാനം ആലപിച്ചപ്പോൾ രാത്രി സമയമാണ്. അപ്പോൾ എത്ര കുളി കുളിച്ചാലും പോരാന്നാ തോന്നുക അല്ലേ ഈ സമ്മർ ടൈമിൽ? അതെ, വേനൽക്കാലത്ത് സ്ത്രീകൾ പലരും ഊണ് കഴിഞ്ഞിട്ടും കുളിക്കാൻ പോവുക. കാരണം ഉറങ്ങണ്ടേ. അപ്പോൾ ഈ വെള്ളം തിരി മേലെ പെട്ട് കഴിഞ്ഞാൽ ഒരു സൗഖ്യം ഉണ്ടാവും. അപ്പോൾ ആരോ പറഞ്ഞു, അമ്മേ എന്താ ഞങ്ങളിപ്പോൾ ഈ ഊണ് കഴിഞ്ഞിട്ട് കുളിക്കണ?
അല്ലേ ഉണ്ട് കുളിക്കണവനെ കണ്ടാ കുളിക്കണം എന്നല്ലേ പറയുക. സാരില്ല, ഞാൻ തിരിയും കൂടി ഉണ്ണാന്നാ പറയുന്നത്, എന്നാലും കുളി മുടക്കാൻ വയ്യാന്നാ. ഇതിൻ്റെ ഇടയിലാണ് ആ ഗാനം കേട്ടത്. ഭഗവാന്റെ ഗാനം കേട്ട പാടിൽ ഓരോരുത്തരായി ഓടിപ്പോകാൻ തുടങ്ങി. ഓരോ കർമ്മങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു അവർ എന്നാണ്. ഒരുത്തി കൂട്ടാൻ കഴിഞ്ഞപ്പോൾ തേങ്ങ ചിരണ്ടിയാ കഞ്ഞി കുടിക്കുക അല്ലേ, അങ്ങനെ പതിവില്ലേ? തേങ്ങ ചിരണ്ടിയിട്ട് കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ്, ഒരു കറി വേണ്ട. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചിരവയായിട്ട് ഓടിയെന്നാണ് പറഞ്ഞു ഒരു സ്ത്രീ. കൂട്ടാൻ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ആ കൂട്ടാൻ കയ്യിലായിട്ട് ഓടി. ഒരാൾ കിടന്നിരിക്കണു പാവം. അപ്പോൾ എണീച്ച് ഓടിയപ്പോൾ എവിടേക്കായി കുപ്പായിടാണ്ട് പുറത്ത് ഓടണമെന്ന് പറഞ്ഞപ്പോൾ ആവോ എന്ന് പറഞ്ഞിട്ട് വേഗം അയക്കേന്ന് കുപ്പായിട്ടു. അങ്ങനെ അത് പോഷൻ മാറിപ്പോയി എന്നാ അന്ന് മുതൽക്ക് അത്ര ബാക്ക് ഓപ്പൺ ഉണ്ടായത്. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കോലത്തിൽ ഭഗവാന്റെ അടുത്തെത്തി. ആ കുഴലൂത്ത് നിർത്തിയപ്പോൾ ഓരോ കോലത്തിൽ ഒരുത്തി ചൂലായിട്ട്, ഒരുത്തി ചിരവയായിട്ട്, ഒരുത്തി കയ്യിലായിട്ട്, ഒരാൾ ഇങ്ങനെ മറിഞ്ഞിട്ട് പുതപ്പെടുത്തിട്ട് ഒരാൾ അയ്യയ്യേ എന്താ ഇപ്പം നിങ്ങൾ ഈ രാത്രി സമയത്ത് ഈ പെണ്ണുങ്ങളൊക്കെ പാടുകൂടിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണം എന്ന് ഭഗവാൻ ഒന്ന് ചോദിച്ചു. അതിനൊരു മറുപടി പറഞ്ഞില്ല. വീട്ടിൽ പോവാൻ കുലസ്ത്രീകൾ ഇങ്ങനെ ഈ അന്തിക്കും പാതിരയ്ക്കും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി നടക്കാൻ പാടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞുകൂടല്ല, സത്യത്തിൽ കഴിച്ചു കൂട്ടുകയാണ് അല്ലേ. ശരിക്ക് ഓരോരുത്തരും രഹസ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്താൽ എന്താ പറയുക? സ്വാമി കഴിഞ്ഞുകൂടല്ല, കഴിച്ചു കൂട്ടുകയാണ്. ഉഷിത്വ ആണ്, കഴിച്ചു കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു മാറ്റം വരും എന്നും നിന്നിലണയാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ പലതും സഹിച്ചിട്ട് കഴിഞ്ഞുകൂടി. ഇന്നിപ്പോൾ ഈ സാഹചര്യം വന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഒരു ദേഹം പണിയെടുക്കാനും അവർ പറഞ്ഞതനുസരിക്കാനും ഉള്ളൊരു മിഷ്യൻ വേണമെന്നല്ലാതെ ആത്മാർത്ഥയൊന്നുമില്ല, സ്നേഹമൊന്നുമില്ല. സ്നേഹമുള്ള ആളുകളുണ്ട് കേട്ടോ, ആണുങ്ങൾ. അത് മണ്ണാർക്കാട് മാത്രമേ ഉള്ളൂ. മറ്റൊരുവിധം സ്ഥലങ്ങളിലൊന്നും മറിച്ചുള്ള സൈസുകളാണെന്ന് പറയുകയാണ്. ഏതായാലും അത് മാത്രമല്ല, അവർക്കൊക്കെ വേണ്ട ദേഹമായതുകൊണ്ട് ഞങ്ങൾ ആ ദേഹമൊക്കെ അവിടെ വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞതേ. അതിൻ്റെ തത്വം എന്താ? ഭഗവാനിലേക്ക് പ്രവേശിച്ചത് ആ രൂപമായിട്ടുള്ള ഭൗതിക ശരീരമല്ല, മനസ്സാണ് ഭഗവാനിലേക്ക് എത്തിയത് എന്നാണ്. അതാണ് സൂക്ഷ്മാർത്ഥം. ഭഗവാന് സ്ഥൂല ശരീരമല്ല വേണ്ടത്. എന്താ വേണ്ടത്? മനസ്സ്. മാനസികമായിട്ടുള്ള ഭഗവാനെ നമ്മൾ ഏത് സാഹചര്യത്തിലോ ഇരുന്നോട്ടെ, മനസ്സ് എവിടെ ബന്ധിക്കുക? അതെ, ഭഗവാനിൽ ബന്ധിക്കുക. അതാണ് എൻ്റെ താല്പര്യം. ഏതായാലും അങ്ങനെ കഴിഞ്ഞുകൂടി. ഭഗവാൻ മനോഹരമായിട്ട് ഒരു ഗാനം ആലപിച്ചു. പ്രത്യുഷസിലുത്തിതറായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചൂടൻ കട്ടത്തയിർ കടഞ്ഞിടുമ്പോൾ ആമോദത്താലമ്പാടിയിൽ പെൺകീടങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര രാധേ ഗോവിന്ദ, രാമകൃഷ്ണ ദാമോദര രാധേ ഗോവിന്ദ. ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ. ഇതിൻ്റെ ഇടയിൽ കളി തുടങ്ങിയപ്പോഴാണ് രാധയെടുത്തി വന്നത്. രാധയെടുത്തി എന്ന് വിളിക്കുന്നത് 37 ഇഷ്ടമല്ല കേട്ടോ. 2 വയസ്സ് കൃഷ്ണനേക്കാൾ സീനിയറാണ്. പക്ഷേ രാധയെടുത്തി എന്ന് വിളിച്ച മുഖം ഇങ്ങനെയാക്കും. പിന്നെ ചിരിക്കണമെങ്കിലോ രാധേ, അപ്പോൾ ഒരു ചിരി വരും. അങ്ങനെയാണ്. അങ്ങനെ രാധ ഓടി വരുന്നതിൻ്റെ ഇടയിൽ ഒരു മുള്ള് കുത്തി കാലുമ്പൽ. പാവം കേട്ടോ, ആ മുള്ള് എടുക്കാൻ നിന്നില്ല. സമയം പോകുമെന്ന് പറഞ്ഞിട്ടേ അത് വെച്ചിട്ട് ഞണക്കാന്ന് പറഞ്ഞിട്ട് ഓടി ഭഗവാന്റെ അടുത്തേക്ക് എത്തി. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ആ കളി അവിടെ നിർത്തിയിട്ട് രാധയുടെ കാലിലെ മുള്ള് ഭഗവാൻ എടുത്തു കൊടുത്തു. എന്നിട്ടോ വെള്ളമൊക്കെ കൂട്ടി അങ്ങനെ കശക്കി ഭഗവാൻ തൊട്ടപ്പോൾ ആ വേദനയൊക്കെ പോയി കേട്ടോ. ശരാ. അതിനുശേഷം കളിക്കാൻ തുടങ്ങുമ്പോൾ കാലുമ്മിൽ കല്ല് കുത്തുമ്പോൾ വേദനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞണങ്ങിയിട്ട് കളിക്കും ഇങ്ങനെ. അത് ഭഗവാന് സങ്കടമായി. ഭഗവാൻ എന്ത് ചെയ്തറിയോ? രാധേനെ തോളിൽ വെച്ചു. അങ്ങനെയുണ്ടല്ലേ, മനസ്സിലായില്ലേ? ഇതങ്ങോട്ട് കണ്ടപ്പോൾ മറ്റാളുകൾക്ക് അസൂയയായി. രാധയ്ക്കും തോന്നി എല്ലാവരിനെയും തൊട്ടിട്ടും പിടിച്ചിട്ടും കളിക്കുകയാണെങ്കിൽ ഇന്നെടുത്തിട്ടാണ് കളിക്കണം. അപ്പം ഞാനാരാ ഞാൻ? ഈ ഒരു അഹംബോധം വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തറിയോ? രാധ ഒരു മിനിറ്റ് കേട്ടോ എന്നും പറഞ്ഞിട്ട് നൈസിൽ അതിനെ അവിടെ ഒരു ഭാഗത്ത് ഉയർന്നൊരു പാറയിലേക്ക് വെച്ചു. ഇറങ്ങാനും സൗകര്യമാണ്, കയറ്റി വയ്ക്കാനും സൗകര്യമാണ്. പിന്നെ അതിൽ നിന്നാണ് അത്താണി എന്നൊരു സങ്കല്പം ഉണ്ടായത് എന്നാണ് പറയുക. എങ്ങനെ അവിടെ ഒരു ഭാഗത്ത് വെച്ചു. ഇങ്ങോട്ട് നോക്കി ഭഗവാനെ കാണാനില്ല. അതിൽ വിഷമായി. ചില ആളുകൾ പഴിയോടുകൂടിയും പകയോടുകൂടിയിട്ടും രാധയെ നോക്കി.
കാരണം നല്ലൊരു കളി, ആ ഭഗവാന്റെ സാന്നിധ്യം ഇവളുടെ ഒരു ദുർവാശി കാരണം നഷ്ടപ്പെട്ടു എന്നാണ്. ആ സങ്കടം സഹിക്കാതെ രാധ പറഞ്ഞു, കരുണാനിധേ രാധ പ്രാണൻ ധരിച്ചതോ തവ ദർശനാർത്ഥമാണോർത്തിടണേ. ഒരു നോട്ടമൊരു ഹാസം നൽകണേ, അതിനായി 1,000,000 ജന്മങ്ങൾ തപമേരിക്കാം. കണ്ണാ 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 കണ്ണാ. കരുണാർദ്രമാനസൻ കഥനാർത്തി നാശകൻ കമനീയ വിഗ്രഹൻ പോയി മറഞ്ഞോ. ഭഗവാനെ കാണാതുള്ള സങ്കടത്തിൽ പിന്നെയോ വൃക്ഷങ്ങളോട് ചോദിക്കുക, പുളിയെ കണ്ണൻ പൊണ് കണ്ടുവോ? പുളി പൊന്ത് മറുപടി പറയുക, എടുത്തിയത് പുളിയണേ, പുളിയണെങ്കിൽ എന്താ പറഞ്ഞൂടെ ചോദിച്ചതിന് മറുപടി എന്നാ പറയണം. അങ്ങനെ ഭക്തി മൂത്തിട്ട് ഭ്രാന്ത് പോലെയായി എന്ന് പറയണം. അവർ എല്ലാവരും ചേർന്ന് ഭഗവാനെ ആ തേടി കരഞ്ഞതുപോലും ഗോപികമാരുടെ ആ നിവേദനം പോലും ഗീതമായി എന്നാ പറയുക. അതിനാണ് എന്ത് പറയുക, ഗോപികാ ഗീതം അല്ലേ. ഇപ്പോൾ സംഗീതം പഠിച്ച ഒരാൾ, നൃത്തം പഠിച്ച ആൾ, അവരുടെ ഓരോ സ്റ്റെപ്പിലും അല്ലേ, ഓരോ കാൽവെപ്പിലും അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റെപ്പ് ഫീൽ ചെയ്യും. സംഗീതം പഠിച്ച ആൾക്കാണെങ്കിലോ കരയാണെങ്കിലും അതിലൊരു സ്വരം ഉണ്ടാവും. ആണേ എന്നതുമാതിരി ഇവരുടെ ആ സങ്കടം എന്തായി, ഗോപിക ഗീതായി. അത് നമുക്ക് വായിക്കാം. ഗോപ്യാഗോജോ ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിതദൃശ്യതാം ദിക്ഷു താവക ശ്രയദാസവ സ്വാം വിചിന്നതേ ശരദുദാശയേ സാധുജാതസൽ സരസിജോദസ ശ്രീമൃഷാദിശ സുരദനാഥത്തെ ശുൽക്കദാസിക വരദനിഘ്നതോ നേഹ കിം വധ വിഷജലാപ്യയാ വ്യാളരാക്ഷസ വർഷമാരുത ദൈദ്യുതാനലാൽ വൃഷമയാൽമജ വിശ്വദോ ഭയ ഋഷപതേ വയം രക്ഷിതാമുഹോ ന ഖലു ഗോപികാ നന്ദനോ ഭവ അഖിലദേകിനാമന്തരാത്മദൽ വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഖുദേയിവാൻ സതതം കുലേ വിരചിതാഭയം വൃഷ്ണിധുര്യത്തെ ചരണമീയുഷാരയച്ഛസി പ്രണതകാമതം പൽമജാർച്ചിതം ധരണിമണ്ഡനം മധ്യയാപതേ ചരണപങ്കജം ചന്ദമം ച തേ രമണനസ്തനേ ശർപ്പയാദികൽ സുരദവർധനം ശോകനാശനം സരിതവേണുനാ സുഷ്ഠു ചുംബിതം ഇതരരാഗവേ സ്മാരണം നൃണാം വിതരവീരന സ്ഥേധരാമൃതം അടതിയൽ ഭവാൻ അന്നികാനനം തൊടിയുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പൽഷ്മഗ്രദൃശാം പതിസുതന്വയ മ്രാതബാന്ധവ അതിവിലംഘ്യത്തെ അച്യുആഗത ഗതിവിദസ്സവോൽ ഗീതമോഹിത
കിതവയോഷിത കസ്യജേർണിശി രഹസി സംവിതം പൃച്ഛതോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബഹുദൂരശ്രിയോ വീക്ഷ്യധാമത്തെ മുഹുരതിസ്പൃകാ മുഹ്യതേ മനഃ വ്രജവനൗകസാം വ്യക്തിരംഗത്തെ വ്യജനഹന്യലോ വിശ്വമംഗളം त्यजमनाक्षनल सल्प्रहास्मना स्वजनहृद्रुजां यन्निशोतनं यत्ते सुजातचरणाम्बुरुगं स्तनेषु भीताजनेशने प्रियदधीमहि कर्कशेषु तेनाडवे मडसि तद्धतेन किञ्चित् कूर्पादिभिः भ्रमतिथिर्भवदायुषं नः श्रीशुक उवाच इति गोप्य प्रगायन्त्य प्रलभन्त्यश्च चित्रधरुसुस्वरं राजन् कृष्णदर्शनलालसाः तासामाभिरविच्छौरी स्मयमानमुखम्बुज पीताम्बरधरसखि साक्षात् मल्मद नारायण 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 हरे कृष्ण